പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. രാഷ്ട്രീയത്തിനപ്പുറം മണ്ഡലത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം എംപിമാർക്ക് നിർദ്ദേശം നൽകി. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വിവാദ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം സഭയിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച ചില ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, പാർലമെന്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എംപിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സ്വന്തം മണ്ഡലത്തിന്റെയും ഒപ്പം രാജ്യത്തിന്റെയും പ്രവർത്തനത്തിനും വികസനത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കണമെന്ന നിർദ്ദേശമാണ് ഈ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എംപിമാർക്ക് പ്രധാനമന്ത്രി നൽകിയത് എന്നാണ് എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നതിന് ശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ 18ാം ലോക്സഭ ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന എൻഡിഎയുടെ ആദ്യ പാർലമെന്ററി പാർട്ടി യോഗമാണ്. എംപിമാരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും നിലകൊള്ളണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. ഒപ്പം ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ രാഹുലിന്റെ വിവാദ പരാമർശങ്ങൾ ഇപ്പോൾ ലോക്സഭയിൽ സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ഇന്നലെ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയാണ് അതിന് ആ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ നടത്തിയത്. അതിനെതിരെ ആ സമയത്ത് തന്നെ സ്പീക്കർ ഓം ബിർള ഇടപെടുകയും നിരവധി തവണ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷ നേതാവ് സഭയുടെ ചട്ടങ്ങളും മര്യാദകളും പാലിച്ചുകൊണ്ട് സംസാരിക്കണം, പെരുമാറണം എന്ന് നിരവധി തവണ സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ആ മുന്നറിയിപ്പുകൾ ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഗൗരവമായി കാണുകയും ഹിന്ദു സമൂഹത്തിനെതിരെ നടത്തിയിട്ടുള്ള വിവാദ പരാമർശം ഉൾപ്പെടെ സഭയുടെ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണ്, പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പ്രസ്താവനകളാണ് ഇപ്പോൾ സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. ഹിന്ദു സമൂഹം അക്രമകാരികളും മുഴുവൻ സമയവും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നവരാണ് എന്ന വിവാദമായ പ്രസ്താവനയായിരുന്നു പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ നടത്തിയത്. അതിനെതിരെ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള ഭരണപക്ഷം ശക്തമായ പ്രതിഷേധം സഭയ്ക്കകത്ത് അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ പാർലമെന്റിന് പുറത്തും രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ച പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകളും ഹിന്ദു സമൂഹവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പാർലമെന്റ് നടപടികൾ ആരംഭിച്ചു. രാജ്യസഭയിൽ പുതിയ എംപിമാർ ചുമതലയേൽക്കുകയാണ്, സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള 3 എംപിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒപ്പം പുതുതായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എംപിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ലോക്സഭാ നടപടികളിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമാവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗമാണ്. വൈകിട്ടായിരിക്കും 4 മണിയോടുകൂടിയായിരിക്കും ഈ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഏറ്റവും ഒടുവിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കുക. തീർച്ചയായും സർക്കാരിന്റെ നയങ്ങളും വികസന പ്രവർത്തനങ്ങളും അതിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട വാക്കുകൾക്കൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേവിക, ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ രാഷ്ട്രീയം മറന്ന രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് എല്ലാ എംപികൾക്കും പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. രാഷ്ട്രീയം മറക്കുക അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം എംപികൾ നിലനിൽക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ നന്ദി പ്രമേയം, അല്ലേ? ദേവിക, ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപായാണ് എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ നിർണായകമായ അല്ലെങ്കിൽ വളരെ പ്രസക്തമായ നിർദ്ദേശം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടെത്തിയിട്ടുള്ള എംപിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിലായിരുന്നു പ്രവർത്തനമെങ്കിൽ എംപിയായി തെരഞ്ഞെടുത്ത ശേഷം ഇനി മുൻപോട്ടേക്ക് രാഷ്ട്രീയം മറന്നുകൊണ്ട് സ്വന്തം മണ്ഡലത്തിന്റെയും അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെയും വികസനത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. ഒപ്പം സഭയിൽ അത്തരത്തിലുള്ള ക്രിയാത്മകമായ ചർച്ചകളിൽ പങ്കാളികളാകണം എന്നുള്ളതും എൻഡിഎ എംപിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം. നന്ദി പ്രമേയത്തിനൊടുവിലാണ് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവുക. അതിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും ഇതുവരെ നടന്നിട്ടുള്ള നന്ദി പ്രമേയ ചർച്ചകളിൽ അതിൽ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടും
ബന്ധപ്പെട്ട് ഒപ്പം മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, വികസന അജണ്ടകൾ, അതിനോടൊപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയപരമായിട്ടുള്ള സമകാലീന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളും ഉയർത്തിയിട്ടുള്ള നിരവധി പ്രസ്താവനകളുണ്ട്. അതിനെതിരെയുള്ള പ്രതികരണങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ദേവിക.